Hello children, today we will finish the lesson by finishing this topic, that is salts. Salts, how they are formed, that basic reaction we have already seen, right? Acid plus base gives salt plus water. അത് നമ്മൾ കണ്ട റിയാക്ഷനാണ്. ആസിഡും ബേസും റിയാക്ട് ചെയ്യും. ആസിഡിൽ നിന്ന് എടുത്ത് കിട്ടുന്നതാണ് ഒരു പോസിറ്റീവ് കാറ്റയോൺ, ബേസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു നെഗറ്റീവ് ആനയോൺ. അവർ രണ്ടാലും കൂടിയിട്ടാണ് സോൾട്ടിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സോൾട്ടിൽ എന്തായിരിക്കും? അയോണിക് ആയിരിക്കും. അതിൽ സോൾട്ടിനെ നിങ്ങൾ വെള്ളത്തിൽ കളിക്കിയാൽ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് വിൽ ബി റിലീസ്ഡ് അല്ലേ? ദ സോൾട്ട് വിൽ ഹാവ് ദ പോസിറ്റീവ് അയോൺ ഫ്രം ദ ആസിഡ് ആൻഡ് നെഗറ്റീവ് അയോൺ ഫ്രം ദ ബേസ്. അപ്പോൾ ഇങ്ങനെയാണ് സോൾട്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ കുറച്ച് സോൾട്ട്സിൻ്റെ പേരൊന്ന് നോക്കിയാലോ. സിയം, പൊട്ടാഷ്യം സൾഫേറ്റ് ഇസ് എ സോൾട്ട്, സോഡിയം സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ്. ഇപ്പോൾ ഇതിൽ നോക്കുമ്പം പൊട്ടാഷ്യം ആണ് ആ ആസിഡിൽ നിന്ന് വരുന്ന കാറ്റയോൺ ആൻഡ് സൾഫേറ്റ് ആണ് ബേസിൽ നിന്ന് വരുന്ന ആനയോൺ. ഓക്കെ, അതേപോലെ സോഡിയം ഇസ് എ പോസിറ്റീവ് അയോൺ, സൾഫേറ്റ് ഇസ് എ നെഗറ്റീവ് അയോൺ. കാൽഷ്യം ഇസ് എ പോസിറ്റീവ് അയോൺ, സൾഫേറ്റ് ഇസ് എ നെഗറ്റീവ് അയോൺ. അപ്പോൾ സോൾട്ട്സിൽ എന്താണ്? രണ്ട് അയോൺസും ക്ലബ് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് സോൾട്ട്. അതേപോലെ യു ഹാവ് മാഗ്നീഷ്യം സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം നൈട്രേറ്റ്, സോഡിയം കാർബണേറ്റ്, അമോണിയം ക്ലോറൈഡ്. Children, just go through the formula once and keep it somewhere back in your mind. Okay, അപ്പോൾ ഇതാണ് ചെറിയ സോൾട്ട്സിൻ്റെ ഫോർമുലാസ്. അപ്പോൾ ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ദം യു ക്യാൻ മേക്ക് ഔട്ട് ഓക്കെ ദേ ആർ സോൾട്ട്സ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ H2SO4 നമ്മൾ പറയാണ്, അതിൽ H2 വന്ന് പോസിറ്റീവ് അയോണാണ്, SO4 നെഗറ്റീവ് അയോണാണ്, ഹൈഡ്രോജൻ സൾഫേറ്റ്. അപ്പോൾ H2SO4 ഒരു ആസിഡ് ആണല്ലോ, അതിന് നമ്മൾ സോൾട്ട് പറയണില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സോൾട്ടിന് ഇനിയൊരു ലെവൽ ഓഫ് ഡെഫിനിഷൻ ഇസ് ദെയർ ദാറ്റ് യു വിൽ ലേൺ ഇൻ ഹയർ ക്ലാസ്സസ്. ഞാൻ മാത്രം ഇപ്പോൾ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ദ സോൾട്ട് വിൽ ഹാവ് എ കാറ്റയോൺ അതർ ദാൻ ഹൈഡ്രോജൻ. ഹൈഡ്രോജൻ ഉണ്ടാവാം, ബട്ട് സം കാറ്റയോൺ അതർ ദാൻ ഹൈഡ്രോജൻ വിൽ ബി ദെയർ. സെയിം വേ ആൻഡ് ആനയോൺ അതർ ദാൻ OH വിൽ ബി ദെയർ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നോക്കൂ, K2SO4 ഇവിടെ കാറ്റയോൺ K ആണ്, പൊട്ടാഷ്യമിൻ്റെ കാറ്റയോൺ ആണ്, ഹൈഡ്രോജൻ ഇല്ല. അതേപോലെ SO4 സൾഫേറ്റിൻ്റെ ആനയോൺ ആണ്, നിങ്ങൾ OH മൈനസ് ഇല്ല. സൾഫേറ്റിൻ്റെ ആനയോൺ ആണ്, OH മൈനസ് ഇല്ല. അപ്പോൾ നിങ്ങളൊരു ഫോർമുല കാണുമ്പം അതിൽ H+ മാത്രമാണ് കാറ്റയോണായിട്ട് റിലീസ് ആവണമെങ്കിൽ അതൊരു സോൾട്ട് അല്ല, അല്ലെങ്കിൽ OH മൈനസ് മാത്രമാണ് റിലീസ് ആവണമെങ്കിൽ അതും ഒരു സോൾട്ട് അല്ല. ഓക്കെ, സോൾട്ടിൽ ഒരു കാറ്റയോൺ വന്ന് H+ അല്ലാത്തൊരു സംഭവം എന്തെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ ആനയോൺ OH മൈനസ് അല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാവണം. ദാറ്റ് യു വിൽ ലേൺ ഇൻ ഹയർ ക്ലാസ്സസ്. ഓക്കെ, ജസ്റ്റ് ഫർഗെറ്റ് ഇറ്റ്. ലെറ്റ് us പ്രൊസീഡ്. ഇപ്പോൾ ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് സോൾട്ട്സ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞല്ലോ, സോൾട്ടിൽ ഒരു പോസിറ്റീവ് അയോണും ഉണ്ട്, ഒരു നെഗറ്റീവ് അയോണും ഉണ്ട്. ദാറ്റ് ഡിറ്റർമൈൻസ് ദ നേച്ചർ ഓഫ് ദ സോൾട്ട്. സോ സോൾട്ട് ക്യാൻ ബി ആസിഡിക്, ന്യൂട്രൽ ഓർ ബേസിക്. കറക്റ്റ്. ഇപ്പോൾ ന്യൂട്രൽ സോൾട്ട് എന്തായിരിക്കും? അതിൻ്റെ കാറ്റയോണും ആനയോണും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതേപോലെ ആസിഡിക് സോൾട്ട് എന്തായിരിക്കും? കാറ്റയോൺ കൂടുതലും ആനയോൺ കുറച്ചുമായിരിക്കും. അതേപോലെ ബേസിക്കോ കാറ്റയോൺ കുറച്ചും ആനയോൺ കൂടുതലായിരിക്കും. ഇപ്പോൾ ചിൽഡ്രൻ, നൗ യു ആർ ഗോയിങ് ടു ഹാവ് മോർ MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവണം. എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ. ഇനിയിപ്പോൾ ആസിഡിക് സോൾട്ട്സ് എങ്ങനെയാണ് ഉണ്ടാവാൻ പോണേ? ഇഫ് യു ഹാവ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ് അല്ലേ? സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ കൂടുതൽ കാറ്റയോൺസ് അത് റിലീസ് ചെയ്യും. വീക്ക് ബേസ് ആണെങ്കിൽ അത് ആ കാറ്റയോൺസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അത്ര ആനയോൺസ് അതിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ റിസൾട്ടിങ് സോൾട്ട് വന്ന് ആസിഡിക് ആയിരിക്കും, ബിക്കോസ് കൂടുതൽ കാറ്റയോൺസ് ആണ്. അപ്പോൾ യു വിൽ ഹാവ് എ സ്ട്രോങ് ആസിഡ് പ്ലസ് വീക്ക് ബേസ് ഗിവിങ് യു ആൻ ആസിഡിക് സോൾട്ട്. അതേപോലെ ബേസിക് സോൾട്ട് എന്തായിരിക്കും? ഒരു വീക്കായ ആസിഡ് ആയിരിക്കും, അപ്പോൾ കുറച്ചുണ്ടാവുമല്ലോ അതിൽ കാറ്റയോൺസ്. സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആയിരിക്കും, കൂടുതൽ ആനയോൺസ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അപ്പോൾ ബാലൻസ് നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇറ്റ് വിൽ ബി എ ബേസിക് സോൾട്ട്. ഓക്കെ, കൂടുതൽ ആനയോൺസ് ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ബി എ ബേസിക് സോൾട്ട്. ഇനി സോൾട്ട്സ് ആർ ക്യാൻ ബി ന്യൂട്രൽ ഓൾസോ. ന്യൂട്രൽ സോൾട്ട് ആണെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ടുണ്ടാവണം. അപ്പോൾ ഒരാൾക്ക് വീക്ക് ആവാൻ പറ്റൂല, രണ്ടാളും സ്ട്രോങ് ആയിട്ടുണ്ടാവണം. ആസിഡും സ്ട്രോങ് ആവണം, ബേസും സ്ട്രോങ് ആവണം. സോ യു വിൽ ഹാവ് എ സ്ട്രോങ് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ് ഗിവിങ് യു എ ന്യൂട്രൽ സോൾട്ട്. ഓക്കെ ചിൽഡ്രൻ, ഞാനിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം, പ്ലീസ് ബി എക്സ്പെക്റ്റിംഗ് മോർ ആൻഡ് മോർ MCQs ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനത്തെ കോൺസെപ്റ്റ്സിലൂടെയാണ് യു വിൽ കം അക്രോസ് മെനി MCQs. Okay, so this was what we talked about, nature of salts.
ഇനി ഈ സോൾട്ട്സ് വന്ന് വി ഹാവ് ലേൺഡ് ഇൻ ഹിസ്റ്ററി ഡാൻഡി മാർച്ച് ഗാന്ധിജി നടത്തി. സോൾട്ട് എത്രയും ഒരു എസെൻഷ്യൽ സബ്സ്റ്റൻസ് ആണ് നമ്മളെ ലൈഫിൽ. ആ സോൾട്ട് ഈസ് എ കോമൺ സോൾട്ട്, ദാറ്റ് ഈസ് NaCl. ദാറ്റ് ഈസ് NaCl, സോഡിയം ആൻഡ് ക്ലോറിൻ അയോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദാറ്റ് സോൾട്ട്. ഓക്കെ, ഈ NaCl വന്നൊരു ന്യൂട്രൽ സോൾട്ടാണ്, ആസിഡിക്കുമല്ല ബേസിക്കുമല്ല, അത് ന്യൂട്രലാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ടു സ്ട്രോങ് സബ്സ്റ്റൻസസ്. സ്ട്രോങ് ആസിഡ് ഏതാണ്? HCl. സ്ട്രോങ് ബേസ് എന്താണ്? NaOH. അവർ രണ്ടാലും കൂടിയിട്ടുണ്ടാവുന്നതാണ് NaCl. ഓക്കെ, ആ റിയാക്ഷൻസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഈ സോൾട്ട്സ് ഒക്കെ നേച്ചറിൽ അവൈലബിൾ ആണ്, ഓൾറെഡി ദേ ആർ ഇൻ ദ സോൾട്ട് ഫോം. ഓക്കെ, ഇപ്പോൾ ഈ നേച്ചറിൽ നമ്മൾ എങ്ങനെയാണ് സോൾട്ട് കളക്ട് ചെയ്യുക? യു മസ്റ്റ് ഹവ് സീൻ സോൾട്ട് പാൻസ്, സോൾട്ട് വാട്ടർ ബെഡ്സ്. ഇങ്ങനെ ഷാലോ ബെഡ് മാതിരി ഉണ്ടാക്കിയിട്ട് അതിൽ ഈ സോൾട്ട് വാട്ടറിനെ വെയിലത്ത് ഇങ്ങനെ ഉണക്കി കൊണ്ടുവന്നാൽ ആ വാട്ടറൊക്കെ ഇവോപ്പറേറ്റ് ആയാൽ യു വിൽ ഗെറ്റ് ദ സോൾട്ട്. ചിലപ്പോൾ അങ്ങനെ കിട്ടുന്ന സോൾട്ട് ചിലപ്പം റെഡിഷ് ബ്രൗൺ ആയിട്ട് കളറായിട്ടുണ്ടാവും ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് റോക്ക് സോൾട്ട്. ഈ റോക്ക് സോൾട്ട് ഒക്കെ നേച്ചറിൽ അവൈലബിൾ ആണ്, യു ക്യാൻ മൈൻ ദം. ഇപ്പോൾ കോലൊക്കെ എങ്ങനെ നമ്മൾ മൈൻ ചെയ്ത് എടുക്കുന്നുണ്ട്, അങ്ങനെ റോക്ക് സോൾട്ട്സ് ക്യാൻ ഓൾസോ ബി മൈൻഡ് ഔട്ട്. ഓക്കെ, ദീസ് ആർ സച്ച് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഓഫ് ദ മൈൻസ്. ഇങ്ങനെ സോൾട്ട് നേച്ചറിൽ അവൈലബിൾ ആയിട്ട് നമ്മളത് മൈൻ ചെയ്ത് എടുക്കുകയാണ്, അതിൻ്റെ പിക്ചറാണ് ഇപ്പോൾ ഇത്. അങ്ങനത്തെ കുറേ വെറൈറ്റി. ജസ്റ്റ് ഇഫ് യു സെർച്ച് ദ നെറ്റ് ഫോർ സോൾട്ട് മൈൻസ് യു വിൽ കം അക്രോസ് മെനി ആൻഡ് യു വിൽ ബി റിയലി അമേസ്ഡ്. ഓ, ഇങ്ങനെയുണ്ടോ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സോൾട്ട് വി ഫൈൻഡ് ഇൻ നേച്ചർ. ഓക്കെ, ഇനി ഈ കോമൺ സോൾട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. കോമൺ സോൾട്ട് ഈസ് വാട്ട്? സോഡിയം ക്ലോറൈഡ്. ഇറ്റ് ഈസ് എ ന്യൂട്രൽ സോൾട്ട്. ഓക്കെ, ഇനി ഈ സോൾട്ടിനെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ 4 സംഭവമാണ് നിങ്ങൾക്ക് ഈ ലെസണിൽ പഠിക്കാൻ, ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഈ 4 സംഭവങ്ങൾ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്, ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ ഉണ്ടാക്കുന്നുണ്ട്, വാഷിംഗ് സോഡ ഉണ്ടാക്കുന്നുണ്ട്. സോ ദ പ്രൊസീജിയർ ഓഫ് ഹൗ ദേ ആർ മെയ്ഡ്, ദെയർ ഫോർമുല ആൻഡ് ദെയർ യൂസസ്, ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ലേൺ. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ഒരു ബൈ ഹാർട്ട് ടൈപ്പ് ഓഫ് പോർഷൻ ആണ്. ഇഫ് യു ആർ ഗുഡ് അറ്റ് ബൈ ഹാർട്ടിങ് then this is for you. Now let us see how sodium hydroxide is made. When electricity is passed through an aqueous solution of sodium chloride called brine, it decomposes to form sodium hydroxide. ഇപ്പോൾ ബ്രൈൻ എന്താണ്? വെള്ളത്തിൽ ഉപ്പ് കലക്കി വെക്കൂല, അതിനാണ് ബ്രൈൻ പറയുക. ഇപ്പോൾ ഈ ഉപ്പ് വെള്ളത്തിൽ കറണ്ട് പാസ് ചെയ്താൽ എന്തായിരിക്കും സംഭവം? അപ്പോൾ അതിനൊരു സ്പെഷ്യൽ യൂണിറ്റ് തന്നെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത ഒരു എക്സ്പെരിമെൻറ്റിൽ what do you find? cathode ഉണ്ട്, anode ഉണ്ട്. ഓക്കെ, അപ്പോൾ in one terminal you will have chlorine gas being liberated. In the one terminal you will have your hydrogen gas being liberated. Okay, chlorine gas at anode, hydrogen gas at the cathode, and sodium hydroxide solution is formed near the cathode. അപ്പോൾ അങ്ങനെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കണം. ഇനി ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് വന്ന് നമ്മൾ കെമിസ്ട്രി ലാബിൽ കാര്യമായിട്ടുള്ള ഒരു മെയിൻ ഹീറോ ആണ്. ഒരു ബേസിക് ആയിട്ടൊരു സൊല്യൂഷൻ വേണമെങ്കിൽ വി ഗോ ഫോർ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇറ്റ്സ് എ സ്ട്രോങ് ബേസ്. ഓക്കെ, അപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഇതിപ്പോൾ ഉണ്ടാക്കിയ ഫോർമുല എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. That is 2NaCl plus 2H2O. 2NaCl plus 2H2O gives you 2NaOH plus Cl2 plus H2. ഇതിൽ Cl2 എവിടെയാണ്? ആനോഡ്. MCQന് പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. കീപ് യുവർ ഇയേഴ്സ് ഷാർപ്പ്. ഹൈഡ്രോജൻ അറ്റ് ദ കാഥോഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് നിയർ ദ കാഥോഡ്. Okay, now let us see what all are the uses of these components. ഇപ്പോൾ ക്ലോറിൻ കിട്ടുന്നുണ്ടല്ലോ, ക്ലോറിൻ്റെ യൂസ് എന്താ? ഹൈഡ്രജൻ കിട്ടുന്നുണ്ടല്ലോ, ഹൈഡ്രജൻ്റെ യൂസ് എന്താ? സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ യൂസ് എന്താ? അതൊക്കെ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ഫോർ മേക്കിംഗ് ഫ്യൂവൽസ്. ഓക്കെ, ഫ്യൂവൽ ഉണ്ടാക്കാൻ ഹൈഡ്രജൻ യു യൂസ്. ദെൻ യു ഹവ് മാർഗരീൻ, അമോണിയ ഫോർ ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സിൽ അമോണിയ വേണ്ടി വരും, അത് അമോണിയ ഉണ്ടാക്കാൻ യു യൂസ് യുവർ ഹൈഡ്രജൻ. ഈ മാർഗരീൻ എന്താണ്? ഒരു ബട്ടറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ബട്ടറിൻ്റെ സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഒരു ക്രീം പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ബട്ടർ എങ്ങനെ? മിൽക്കിനോടല്ല ഉണ്ടാക്കുന്ന ബട്ടർ. അതേപോലെ പ്ലാന്റിൻ്റെ ഓയിലിൽ ഹൈഡ്രജൻ മിക്സ് ചെയ്താൽ അതൊരു സോളിഡിഫൈ ആവും. അപ്പോൾ അതിനെ മാർഗറൈൻ പറയാം. അത് വന്ന് നമ്മൾ ഫുഡിലായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ hydrogen is being used for all these purposes. Now let us see what chlorine is used for. It is used for treatment of swimming pool. Swimming pool look, you have no chlorinated, that smell and taste you can feel if you have been to a swimming pool. Then for making your PVC, your PVC substances, then your disinfectants, and then pesticides, CFCs or chlorofluorocarbon, അതിനൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ക്ലോറിനാണ്. Then you have your NaOH.
NaOH എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ഫോർ ഡീഗ്രീസിങ് മെറ്റൽസിൻ്റെ ഗ്രീസൊക്കെ ഒന്ന് കഴുകി പോക്കാൻ, മേക്കിംഗ് സോപ്സ് ആൻഡ് ഡിറ്റർജൻറ്റ്സ്, പേപ്പർ മേക്കിംഗ്, ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് എക്സെട്ര. സോ ദിസ് ആൻഡ് ഓൾ യു ഹാവ് ടു റിമെമ്പർ. ഇനി NaOHും ക്ലോറിനും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു ബ്ലീച്ച്. അതാണ് നമുക്കിനി നെക്സ്റ്റ് കാര്യമായിട്ട് നോക്കാനുള്ളത്. അതേപോലെ യുവർ ഹൈഡ്രോജനും ക്ലോറിനും എന്താണ് മിക്സ് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് യുവർ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എവിടെയൊക്കെ യൂസ് ആവും? അത് ചോദിച്ചാൽ ക്ലീനിങ് സ്റ്റീൽ യൂസ് ആവും, അമോണിയം ക്ലോറൈഡ് ഉണ്ടാക്കാൻ യൂസ് ആവും, മെഡിസിൻസിലും കോസ്മെറ്റിക്സിലും യൂസ് ആവും. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ഓർത്തിക്കണേ. എവിടുന്ന ക്വസ്റ്റ്യൻ വരാൻ പറയാൻ പറ്റില്ല. യു ഹാവ് ടു ലിറ്ററലി ബൈ ഹാർട്ട് ഇറ്റ് ഓൾ. Now let us talk about bleaching powder. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ NaOHും Cl2 റിയാക്ട് ചെയ്തിട്ട് you get bleaching powder. So this is the reaction. It is produced by the action of chlorine on dry slaked lime. Lime നമ്മൾ നേരത്തെ നോക്കിയതാണ്, CaOH twice ആണ് lime. Okay. This dry lime you are treating it with chlorine. So you will get your CaOCl2. ഇതിപ്പോൾ ഈ ഫോർമുല ബൈ ഹാർട്ട് വേണം. ബ്ലീച്ചിങ് പൗഡറാണ് കാൽഷ്യം ഓക്സിക്ലോറൈഡ്, CaOCl2. ഓക്കെ, ദിസ് ബ്ലീച്ചിങ് പൗഡർ യു ആർ മേക്കിംഗ് വിത്ത് ക്ലോറിൻ ദാറ്റ് യു ഗെറ്റ് വെൻ യു ആർ മേക്കിംഗ് NaOH. ഓക്കെ, അതുകൊണ്ട് അത് ഈ സ്ഥാനത്ത് നമ്മൾ പഠിക്കാൻ കാരണം NaOH ഉണ്ടാക്കുമ്പം കിട്ടുന്ന സംഭവമാണ് ക്ലോറിൻ. ആ ക്ലോറിൻ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് ബ്ലീച്ചിങ് പൗഡർ. ഇനി ഈ ബ്ലീച്ചിങ് പൗഡറിൻ്റെ യൂസസ് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഇനി വേണ്ടാന്ന് പറയരുത്, അറിഞ്ഞിരിക്കണം. For bleaching cotton and linen in textile industries. Textile industries എന്തായാലും ബ്ലീച്ചിങ് പൗഡർ യൂസ് ആവും. ടെക്സ്റ്റൈൽ മീൻസ് വാട്ട്? ഈ ക്ലോത്തിനെ ട്രീറ്റ് ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്. അവിടെ ശരിക്കും ബ്ലീച്ച് ചെയ്യാൻ ദേ വിൽ നീഡ് ബ്ലീച്ചിങ് പൗഡർ. ആൻഡ് സെയിം വേ ഫോർ bleaching wood pulp in paper factories, for bleaching wash clothes in laundries, then for oxidizing agent in chemical industries, for oxidizing drinking water to make it free of germs. Okay, no choice by heart at all. Next we'll talk about baking soda. ബേക്കിംഗ് സോഡ ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബേക്കിംഗ് സോഡ ആണ് നമ്മൾ അപ്പക്കാരം, നമ്മൾ സാധാരണ നമ്മൾ ഭക്ഷണത്തിൽ യൂസ് ചെയ്യുന്ന അപ്പക്കാരം. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ എവിടെയൊക്കെയാണ് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുക? ചിലപ്പോൾ നിങ്ങൾ ഇഡ്ഡലി ബാറ്ററിൽ ബേക്കിംഗ് സോഡ ഇടും, അല്ലെങ്കിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇടും. അപ്പോൾ അത് എന്തിനാണ് ഇടുന്നുണ്ടാവും? സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് ആണ് അതിൻ്റെ ഫോർമുല. ബേക്കിംഗ് സോഡൻ്റെ ഫോർമുല സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. NaCl പ്ലസ് H2O പ്ലസ് CO2 പ്ലസ് NH3, ദാറ്റ് ഈസ് ഉപ്പ് പ്ലസ് വെള്ളം പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് അമോണിയ. ഇത് ഫുള്ള് കൂട്ടിയാൽ യു വിൽ ഗെറ്റ് യുവർ അമോണിയം ക്ലോറൈഡ് പ്ലസ് യുവർ അപ്പക്കാരം, ദാറ്റ് ഈസ് സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിത് യൂസ് ചെയ്യുന്ന സംഭവം എവിടെയാണ്? കുക്കിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുക്കിങ്ങിൽ അത് ഹീറ്റ് ആവുമല്ലോ. അപ്പോൾ ആ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഇഫ് യു ആർ ഹീറ്റിംഗ് സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്, വാട്ട് യു ഗെറ്റ്? സോഡിയം കാർബണേറ്റ് പ്ലസ് H2O പ്ലസ് CO2. CO2 ഈസ് റിലീസ്ഡ്. അപ്പോൾ ഈ CO2 വന്ന് പൊങ്ങി പുറത്തേക്ക് വരാൻ നോക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം അതിൻ്റെ കൂടെ പൊങ്ങും. അപ്പോൾ CO2 വെൻ ഇറ്റ് ഈസ് റിലീസ്ഡ്, ഇറ്റ് മേക്സ് അവർ വാട്ട് എവർ വി ആർ മേക്കിംഗ്, ഇറ്റ് ബിക്കം സോഫ്റ്റ്. ഓക്കെ, നല്ല പൊങ്ങി വരാൻ. അപ്പോൾ കേക്കിലൊക്കെ കാര്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണിത്. കേക്ക് ഉണ്ടാക്കാനും ദെൻ ഫോർ യുവർ ഫ്രൈഡ് ഐറ്റംസ് ലൈക്ക് പക്കോഡാസ് ആൻഡ് ഓൾ ദാറ്റ് യു പുട്ട് ബേക്കിംഗ് സോഡ, സോ ദാറ്റ് അങ്ങനെ പൊങ്ങി വരാൻ. നമ്മൾ ഇഡ്ഡലി ബാറ്ററിൽ ഇടുന്നത് ഇപ്പോൾ ബാറ്റർ പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഓൺ ഹീറ്റിംഗ് ഇറ്റ് വിൽ ബിക്കം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അത് മേലെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ ഫുഡ് ഐറ്റം നല്ല സോഫ്റ്റായി കിട്ടും. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബേക്കിംഗ് സോഡ എന്താണ്? ഒരു മൈൽഡ് ബേസ് ആണ്. അതൊരു ബേസിക് ഇൻ ക്യാരക്ടറാണ് ബേക്കിംഗ് സോഡ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഡേ ടു ഡേ ലൈഫിൽ pHൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെ. അപ്പോൾ ആൻറ്റൊക്കെ നമ്മൾ കടിച്ചാൽ ഇറ്റ് റിലീസസ് ആൻ ആസിഡ് വിച്ച് കോസസ് ഇച്ചിങ്. അപ്പോൾ നമ്മൾ വേഗം അപ്പക്കാരം അവിടെ തേക്കണം. അപ്പോൾ ബേസിക് ന്യൂട്രലൈസേഷൻ ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതിനോട് അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ അറിയുന്നുണ്ടല്ലോ. ബേക്കിംഗ് സോഡ ഈസ് എ മൈൽഡ് ബേസ്. On heating it forms sodium carbonate and water and carbon dioxide is released. അത് നമ്മളിപ്പോൾ കണ്ട റിയാക്ഷൻ. Now where and all it is used, baking soda, it is used for making your baking powder. Okay, your baking powder is a mixture of your baking soda and a small acid like tartaric acid and all. And you use your baking soda as an antacid.
Okay, baking soda or antacid item use ചെയ്യാം that we just talked about, and as a soda acid fire extinguisher, because baking soda acidum react ചെയ്യുമ്പോൾ you have your carbon dioxide being released, so that carbon dioxide can be used for your as a fire extinguisher. Okay, next we will be talking about washing soda. Washing soda is also again being prepared by our master salt, that is NaCl. Okay, നമ്മൾ ടോപ്പിക് വിട്ടു പോവരുത്. NaCl എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ NaCl യൂസ് ചെയ്തിട്ട് വാഷിംഗ് സോഡ ഉണ്ടാക്കും. അപ്പോൾ വാഷിംഗ് സോഡൻ്റെ ഫോർമുല എന്താണ്? Na2CO3 10H2O, അതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ ഈ Na2CO3 നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, ബേക്കിംഗ് സോഡ അപ്പക്കാരം ഹീറ്റ് ചെയ്തപ്പം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടി, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് sodium carbonate കിട്ടി. അപ്പോൾ ഈ sodium carbonate, okay, if this is recrystallized, means അതിൻ്റെ water of crystallization, if it joins back, then you have Na2CO3 10H2O. Okay, that is what is your washing soda. അപ്പോൾ heating of baking soda causes recrystallization of sodium carbonate, giving washing soda. It is a basic salt. It is also a basic salt. അപ്പോൾ ഇങ്ങനെയാണ് വാഷിംഗ് സോഡ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഫൈനലി ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം NaCl ഓൺലി. ഓക്കെ, NaCl യൂസ് ചെയ്തിട്ട് ബേക്കിംഗ് സോഡ ഉണ്ടാക്കി, ബേക്കിംഗ് സോഡനെ ചൂടാക്കിയപ്പം വാഷിംഗ് സോഡ ഉണ്ടാവുന്നുണ്ട്. വാഷിംഗ് സോഡ എങ്ങനെ ഉണ്ടാവുന്നുണ്ട്? Na2CO3.10H2. ഈ .10H2 അങ്ങനെ എന്തിനാണ് ഇതിന്? വാട്ടർ മോളിക്യൂൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഹാങ് ചെയ്യുകയാണോ? അപ്പോൾ അതിനാ നമ്മൾ പറയാം ക്രിസ്റ്റലൈസ്ഡ് മോളിക്യൂൾ. ഓക്കെ, ഇറ്റ് ബൈൻഡ്സ് ടു എ മോളിക്യൂൾ ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് കോൾഡ് എസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ നിങ്ങളത് ചൂടാക്കുമ്പം ആ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എവോപ്പറേറ്റ് ആയി അത് ഡ്രൈ ആയി പോവും, ആ വ്യത്യാസം വരും. ഓക്കെ, സോ ദിസ് ആക്ച്വലി ഈസ് എ വെറ്റ് moist form of Na2CO3, that is your washing soda. Now let us see the uses of washing soda. It is used in glass, soap and paper industries. It is used for making your borax. ഈ ബൊറാക്സ് ഒക്കെ എന്തിനാണ്? നമ്മൾ എറുമ്പിനൊക്കെ കൊല്ലാൻ ഒരു പൊടി ഇടില്ലേ, എറുമ്പ് പൊടി, അതൊക്കെ ഈ ബൊറാക്സിനോട് ഉണ്ടാക്കുന്നത്. ബൊറാക്സ് ഒരു വൈറ്റനിങ് ഏജൻറ്റൊക്കെ ആണ്. എല്ലാ സ്ഥലത്തും നോർമൽ ഒരു കെമിക്കൽ ലാബിൽ ഇത് ഉണ്ടാവും ബൊറാക്സ്. അപ്പോൾ ആ ബൊറാക്സ് ഉണ്ടാക്കാൻ യു യൂസ് ദിസ് വാഷിംഗ് സോഡ. ദെൻ ഇറ്റ് ഈസ് എ ഡൊമസ്റ്റിക് ക്ലീനിങ് ഏജൻറ്റ്. നമ്മൾ സർഫ് ഏരിയയിൽ അവരൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഹാർഡ് വാട്ടർ എന്താണ്? ദാറ്റ് വാട്ടർ വിച്ച് ഹാവ് more content of your minerals like magnesium and all that, അങ്ങനത്തെ വാട്ടറിനെ സോഫ്റ്റ് ആക്കാൻ, ടു സോഫൻ ദാറ്റ് വാട്ടർ മീൻസ് അങ്ങനത്തെ മിനറൽസിനെ സൊല്യൂബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് വാഷിംഗ് സോഡ. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ ബൈ ഹാർട്ട് വേണം ആസ് എ യൂസേഴ്സ് ഓഫ് വാഷിംഗ് സോഡ. ഇപ്പോൾ ഈ വാഷിംഗ് സോഡൻ്റെ ഫോർമുലയിൽ നമ്മൾ ഈ 10H2O കണ്ടല്ലോ. അപ്പോൾ അത് ഈ ക്രിസ്റ്റലൈസേഷൻ, അപ്പോൾ അത് എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ആ എക്സ്പെരിമെൻറ്റാണ് ഇത്. That is, in a test tube you take copper sulfate crystals, okay, and then you heat it. ആ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് നിങ്ങൾ ടെസ്റ്റ് ട്യൂബിൽ ഇടുമ്പോൾ അത് നല്ല ബ്ലൂ കളർ ആയിരിക്കും. അപ്പോൾ നിങ്ങളതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താവും? കുറച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മേലെ ഡ്രോപ്സ് ഓഫ് വാട്ടർ യു ക്യാൻ സീ. അപ്പോൾ ആ ഡ്രോപ്സ് ഓഫ് വാട്ടർ എവിടുന്നാണ് വന്നേ? ആദ്യമല്ല വാട്ടർ ആയിരുന്നോ? അല്ല, നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ടെസ്റ്റ് ട്യൂബ് എടുത്ത്. അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിൽ ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വന്നത് ഈ കോപ്പർ സൾഫേറ്റ് റിലീസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി കോപ്പർ സൾഫേറ്റിൻ്റെ കളർ വൈറ്റ് കളറായി മാറും. അപ്പോൾ what we are seeing, it becomes dry white color and there is water released. That means this water was there with it. ആ വാട്ടറിൻ്റെ കൂടെ എല്ലാ സംഭവത്തിന് നമ്മൾ പറയാം ക്രിസ്റ്റലൈസ്ഡ് ഫോം. ആ വാട്ടർ അതിൻ്റെ അടുത്ത് നിന്ന് പോയ സംഭവത്തിന് പറയാം ഡ്രൈ ഫോം. ഓക്കെ, അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് കിട്ടില്ല. ഇനി അതിൽ വെള്ളം ചേർത്ത് നോക്കുമ്പോൾ എന്താണെന്ന് അറിയാം, അത് പിന്നെയും ബ്ലൂ കളറായി പോകും. അപ്പോൾ ഈ ബ്ലൂ കളർ, ഈ വെള്ളം വന്ന് ആ സബ്സ്റ്റൻസിൻ്റെ ക്യാരക്ടേഴ്സിനെയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ക്യാൻ ഹാവ് എൻ ഇൻഫ്ലുവൻസ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കളർ ഇൻ ദിസ് കേസ്. ഓക്കെ, അപ്പോൾ ഈ ബ്ലൂ ആയിട്ട് കിട്ടുന്ന കോപ്പർ സൾഫേറ്റിനെ പറയാം വിട്രിയോൾ. കോപ്പർ സൾഫേറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ ഫ്രം എയർ ആൻഡ് ഫോംസ് ഇറ്റ്സ് ഹൈഡ്രേറ്റ് CuSO4 5H2O. The hydrate of copper sulfate is blue. ഈ ബ്ലൂ കോപ്പർ സൾഫേറ്റിനെ പറയാം വിട്രിയോൾ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻഡ് ആണ്. അപ്പോൾ MCQs യു ക്യാൻ എക്സ്പെക്ട്. വാട്ട് ഈസ് ബ്ലൂ വിട്രിയോൾ? കോപ്പർ സൾഫേറ്റ് ഇസ് ബ്ലൂ വിട്രിയോൾ. ഓക്കെ, വെൻ വി ഹീറ്റ് കോപ്പർ സൾഫേറ്റ് ഇറ്റ്സ് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ഗോസ് അവേ. നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പം വാട്ടർ റിലീസ് ആവും ആൻഡ് ദ സബ്സ്റ്റൻസ് ബിക്കംസ് വൈറ്റ്. When we add water, dehydrated copper sulfate regains water of hydration and becomes blue.
അപ്പോൾ ദിസ് ഈസ് വാട്ട് ടെൽസ് us വാട്ട് ഈസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഓൾ. അപ്പോൾ നമ്മൾ നോർമലി ഇത് കാണുന്ന ഒരു കേസാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇനി അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാം. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നാച്ചുറലി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ജിപ്സം എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിന്. ജിപ്സൻ്റെ ഫോർമുല എന്താണ്? CaSO4 2H2O. ദാറ്റ് ഈസ് കാൽഷ്യം സൾഫേറ്റ് ആണ് ജിപ്സം. അതിൽ 2 മോളിക്യൂൾസ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്. ഇനി ഈ ജിപ്സംനെ വെൻ യു ഹീറ്റിംഗ് ഇറ്റ് അറ്റ് 373 കെൽവിൻ അത്രയും ഹീറ്റ് ചെയ്യുമ്പം എന്താവും? അതിൻ്റെ വാട്ടർ മോളിക്യൂൾ അതിൽ നിന്ന് വിട്ടു പിരിയും. അപ്പോൾ യു ഹാവ് കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. ദാറ്റ് ഈസ് എ ഫോർമുല ഓഫ് യുവർ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. In this reaction you can see plaster of Paris when you put water. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുല എന്താണ്? CaSO4 ½ H2O ഹെമിഹൈഡ്രേറ്റ്. ഈ ഹാഫ് കഷ്ണം എങ്ങനെയാവും വെള്ളത്തിൻ്റെ? അപ്പോൾ അത് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടി? 2 molecules of copper sulfate bind with 1 molecule. ഈ റിയാക്ഷനിൽ 1 molecule of calcium sulfate അല്ലേ കാണിക്കണേ. സോ വി റൈറ്റ് ഇറ്റ് as CaSO4 ½ H2O. ദാറ്റ് ഈസ് കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. ഇതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, ഇത് വന്ന് ഇഫ് യു ദെൻ ഇത് നേച്ചറിൽ ഇങ്ങനെ എക്സിസ്റ്റ് ആവില്ല. നേച്ചറിൽ ക്രിസ്റ്റലൈൻ ഫോം ആസ് ജിപ്സം ഓൺലി ഇറ്റ് എക്സിസ്റ്റ്. ഓക്കെ, ഇന്ന് നേച്ചറിന് ജിപ്സം മാതിരി അത് ഉണ്ടാവും. അത് നിങ്ങൾ നേച്ചറിന് മൈൻ ചെയ്തിട്ടൊക്കെ എടുക്കും. പിന്നെ ദെൻ യു ഹീറ്റ് ഇറ്റ് ആൻഡ് ദെൻ യു ഗെറ്റ് യുവർ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. Now this plaster of Paris is a dry powder kind of substance. Now if you add water to it, what will happen? It will form gypsum again. അപ്പോൾ ജിപ്സൺ വന്നൊരു സോളിഡ് മാസ് കൈൻഡ് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഒരു കല്ലിൻ്റെ ഒക്കെ പോലെ വരും ജിപ്സൺ. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഒരു ക്ലേൻ്റെ പോലെയൊക്കെ നമുക്ക് ഫസ്റ്റ് അതിനെ മോൾഡ് ചെയ്യുക. ദെൻ വെൻ യു ലെറ്റ് ഇറ്റ് സെറ്റ് ഇറ്റ് ഹാർഡൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ യുവർ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇസ്. അപ്പോൾ ഇതിന് പേര് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വരാൻ കാരണം എന്താണ്? പാരീസിൽ പണ്ടൊരു ഭയങ്കര ഒരു ഫയർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വുഡൻ സ്ട്രക്ചേഴ്സൊക്കെ കത്തി ചാമ്പലായി. അപ്പോൾ അവിടുത്തെ കിങ് വന്ന് ഓർഡർ ചെയ്തു എല്ലാ വുഡൻ സ്ട്രക്ചേഴ്സിനും പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കോട്ടിങ് കൊടുക്കണമെന്ന്. അപ്പോൾ അവിടെ ഓൾറെഡി ജിപ്സം കുറേ നാച്ചുറലി അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് ജിപ്സം മൈനിങ് ചെയ്യാനും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കാനും തുടങ്ങി. ദെൻ ദേ സ്റ്റാർട്ടഡ് ടു എക്സ്പോർട്ട് ഇറ്റ് ഓൾസോ. സോ പാരീസ് ബിക്കെയിം എ സെൻറ്റർ ഓഫ് POP പ്രൊഡക്ഷൻ. POP പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. POP പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയത് നമ്മളിന്ന് കണ്ടു. അപ്പോൾ ലെറ്റ് us see what are its uses. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ് ഫ്രാക്ചേർഡ് ബോൺസ്. ഇപ്പോൾ നമ്മൾ കൈ ബോൺസ് ഒക്കെ ഫ്രാക്ചർ ആകുമ്പോൾ നമ്മൾ പ്ലാസ്റ്റർ കെട്ടൂലേ, ആ പ്ലാസ്റ്റർ ആക്ച്വലി എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡറിൽ വെള്ളം കലക്കി അതിലേക്ക് നമ്മൾ ബാൻഡേജ് മുക്കി വേഗം നമ്മൾ കയ്യിൽ കെട്ടിയിട്ട് ആ വെള്ളം ഡ്രൈ ആവുമ്പം അതൊരു സോളിഡ് മാസ് ആവും. പിന്നെ നമുക്ക് ആ കൈ ആ ഭാഗം ഇളക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ബാൻഡേജ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അതേപോലെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് യു ക്യാൻ മേക്ക് യൂസ് ഫോർ മേക്കിംഗ് ടോയ്സ് ഓർ ഡെക്കറേറ്റീവ് ഐറ്റംസ്. ആൻഡ് ദെൻ ഫോർ മേക്കിംഗ് യുവർ സ്മൂത്ത് സർഫേസസ്. നമ്മൾ ഫോൾ സീലിങ്സ് ഒക്കെ ഉണ്ടാക്കൂലേ, അതിനൊക്കെ പ്ലാസ്റ്റർ ഓഫ് POP ആണ് യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. So with this we come to an end of this lesson. I hope you enjoyed. But then children, ഇതിലിപ്പോൾ കാര്യമായിട്ട് നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്ത് വരാൻ പോണത് പല ഫോർമുലാസും നിങ്ങൾ ബൈ ഹാർട്ട് ആക്കാനുണ്ട്. അതിൻ്റെ പേരും നോർമൽ പേരും സയൻറ്റിഫിക് പേരും ഒക്കെ അറിയാനുണ്ട്. അത് നമുക്കൊരു ചെറിയ റിവിഷനിലൂടെ മനസ്സിലാക്കാൻ നോക്കാം. ഈ CaOCl2 അതെന്തായിരുന്നു? കാൽഷ്യം ഓക്സിക്ലോറൈഡ്. ദാറ്റ് ഈസ് യുവർ ബ്ലീച്ചിങ് പൗഡർ. കറക്റ്റ്. NaOH എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. അതിന് ഇനിയൊരു പേരെന്താണ്? കോസ്റ്റിക് സോഡ. NaHCO3 എന്താണ്? സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. ദാറ്റ് ഈസ് യുവർ അപ്പക്കാരം, ബേക്കിംഗ് സോഡ. Na2CO3 10H2O എന്താണ്? വാഷിംഗ് സോഡ. CuSO4 5H2O എന്താണ്? കോപ്പർ സൾഫേറ്റ്. ഓക്കെ, അതിന് ബ്ലൂ വിട്രിയോൾ എന്നും പറയും. Then you have your CaSO4 ½ H2O, that is calcium sulfate hemihydrate, that is your plaster of Paris. Then you have your CaSO4 2H2O, that is your gypsum. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചൊരു ചാർട്ടാക്കി. ഇപ്പോൾ ഞാൻ ഇതിൽ പേര് എഴുതിയിട്ടില്ല. യു റൈറ്റ് യുവർ സെൽഫ് ആൻഡ് മേക്ക് എ ചാർട്ട് ഫോർ യുവർ സെൽഫ് ആൻഡ് കീപ്പ് ഇറ്റ്, ലേൺ ഇറ്റ്. It can come for MCQs. Okay children, do study this lesson well, quite an important chapter. All the best. Bye.